ഓക്കെ, ഇത് മദ്രാസി സിനിമേൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് കണ്ടാൽ മതി. എന്തെങ്കിലും സൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കാൻ ഐ എം സോറി. ആൻഡ് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൺ ടൈം തിയേറ്ററിക്കൽ നിന്ന് കാണാൻ പറ്റിയൊരു ആക്ഷൻ ഡ്രിവൻ ആയിട്ടുള്ള സിനിമയാണ്. ആൻഡ് ഇത് വാവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ കണ്ടുകൊണ്ട് ഇങ്ങനെ നഷ്ടമൊന്നുമില്ല. ചെറിയ ഭയങ്കരമായിട്ടുള്ള ലോജിക്കൽ മിസ്റ്റേക്സ് ഒക്കെ അവിടെ ഇവിടെയും ഉണ്ട്. മൊത്തത്തിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല ആക്ഷൻ ഡ്രിവൻ മൂവിയാണ്. ആൻഡ് ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ അടിപൊളിയായിരുന്നു. ചില സിനിമാട്ടോഗ്രാഫിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ആൻഡ് ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ എടുത്ത് പറയേണ്ടത് വിദ്യുത് ചമാലാണ്. ശിവകാർത്തിനും കുറേ സ്ഥലത്ത് പണി എടുത്തിട്ടുണ്ട് വിദ്യുത് ചമാലിൻ്റെ ഒരു ലെവൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വിദ്യുത് ചമാലാണ് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. അതും സെക്കൻഡ് ഹാഫിലൊക്കെ വിദ്യുത് ചമാലിൻ്റെ ഒരു സാധനം ഉണ്ട്, വിഷയം സാധനം ചെയ്തു, ഒരു രക്ഷയില്ല. പിന്നെ എന്താ പറയുക, നമ്മളെ ഷബീർ, നമ്മളെ കണ്ണനൊക്കെ ആയിട്ട് നമ്മളെ കൊത്തേലും പിന്നെ അതുപോലെ തന്നെ ഡാൻസിങ് റോസൊക്കെ ആയിട്ട് അഭിനയിച്ച പുള്ളിയിലൊരു നല്ല റോള് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അതും ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. ആൻഡ് ബിജു മേനോനും വിക്രാന്തും ഈ സിനിമയിലുണ്ട്. പക്ഷെ അവരുടെ റോൾ അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന റോൾ. പക്ഷെ ബിജു മേനോൻ്റെ റോൾ പിന്നെയും കുഴപ്പമില്ല വിചാരിക്കുക. വിക്രാന്തിൻ്റെ റോള് ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന റോളായിരുന്നു. വിക്രാന്തിനെ തന്നെ വേണമെന്നില്ലായിരുന്നു. കാരണം വിക്രാന്ത് അത്യാവശ്യം നല്ലൊരു ആക്ടറാണ്. അങ്ങനത്തെ ഒരു ചെറിയ റോളിൽ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു റിഡംഷൻ ആർക്കും ഇല്ലാത്ത റോളായിപ്പോയി വിക്രാന്തിൻ്റെ റോള്. ആൻഡ് അനിരുദ്ധിൻ്റെ മ്യൂസിക് എനിക്ക് എന്താ പറയുക, ഈ സിനിമയിൽ അത്ര പവർഫുൾ അല്ലാത്ത മാതിരി തോന്നി. ഒക്കെയാണ്, ഇത് ചെയ്യാൻ അനിരുദ്ധ് വേണമെന്നില്ല എന്നുള്ള പോലത്തെ ഒരു മ്യൂസിക് ആർക്കും ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഒരു ഡീമാൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക്. പക്ഷെ അനിരുദ്ധ് വന്നിട്ട് ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട്, അത് ശിവകാർത്തികേയൻ്റെ പടവും പിന്നെ അതുപോലെ തന്നെ വിജയിൻ്റെ പടം, രജനീകാന്തിൻ്റെ പടത്തിനൊക്കെ അനിരുദ്ധ് തരുന്ന ഔട്ട് എന്ന് പറയുന്നത്, ധനുഷിൻ്റെ പടം, ഇങ്ങനത്തെ ആക്ടേഴ്സിൻ്റെ പടത്തിനൊക്കെ അനിരുദ്ധ് തരുന്ന ഔട്ട് വേറെ തന്നെ ഫീൽ ചെയ്യും നമുക്ക്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒന്നും ഔട്ട് വേറെ തന്നെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ഇത് വേറെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറിനെ വിളിച്ച് ശിവകാർത്തികേയൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ ഔട്ട് തന്നെ ആയിരിക്കും. മീൻസ് ഈ ലെവൽ ഓഫ് സാധനം തന്നെ കിട്ടിയാനെന്നുള്ള നേരത്താണ് ഒരു ഇതായിരുന്നു. സോങ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏവറേജ് ലെവൽ സാധനം. ആൻഡ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആക്ഷൻ ഡ്രിവൻ ആയിട്ട് പോകുന്ന സിനിമയാണ്. പിന്നെ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള തിയേറ്ററിൽ നിന്ന് കാണാം. മരിച്ച വീട്ടിലിരുന്ന് കാണണം, മരിച്ച ടീംസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പടം രസം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉള്ള തിയേറ്ററിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ ശിവകാർത്തികേയൻ്റെ ക്യാരക്ടർ ചില സ്ഥലങ്ങളിൽ ഓവറായോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പടം കാണുമ്പോൾ. മീൻസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്താ പറയുക, ചില പോയിന്റ്സിൽ പെർഫോമൻസ് ഒന്ന് കുറച്ച് പിടിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ച് ഓവറായോ മറ്റേ ശിവകാർത്തികേയൻ്റെ. ഞാൻ പറഞ്ഞാൽ സ്പോയിലറായി പോവില്ലേ, ഞാൻ പറഞ്ഞേനെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺസേൺ. മൊത്തത്തിൽ ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ നിന്ന് കണ്ടാൽ ഓവർ നഷ്ടമൊന്നുമില്ല. അത് നിങ്ങൾക്ക് കമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, എൻ്റർടൈൻമെൻറ്റ് ആ ഒരു കാറ്റഗറിയിലുള്ള മൂവിയാണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു ആക്ഷനൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. എന്താ പറയുക, ഓവർ ലോജിക്കൊന്നും മൈൻഡ് ആക്കൂല എന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആക്ഷൻ മൂവീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വൺ ടൈം തിയേറ്ററിൽ നിന്ന് അങ്ങനത്തെ ഒരു പടം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ബൈ.